സ്വീകരണ മുറിയിലോ ഹാളിലോ വെക്കാൻ വേണ്ടി ഏറ്റവും മികച്ച 55 ഇഞ്ച് ടി വി വാങ്ങാൻ നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടോ? ഒരു ടി വി തിരഞ്ഞെടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കേണ്ട കാര്യങ്ങളും ഇന്ന് മാർക്കറ്റിലുള്ള മികച്ച മോഡലുകളും അവയുടെ ഫീച്ചേഴ്സും അഡ്വാൻറ്റേജസും അതുപോലെ തന്നെ പോരായ്മകളും ഒക്കെയാണ് ഈ വീഡിയോയിൽ പറയാൻ പോകുന്നത്. ഇത് നിങ്ങളുടെ ആവശ്യങ്ങൾക്കനുസരിച്ച് ഏറ്റവും അനുയോജ്യമായ ടി വി കണ്ടെത്താൻ നിങ്ങളെ സഹായിക്കും. ഒരു ടി വി വാങ്ങുമ്പോൾ ആദ്യം പരിഗണിക്കേണ്ടത് അതിന്റെ പാനൽ സൈസാണ്. സാധാരണ ഇത് ഇഞ്ചിലാണ് അളക്കുന്നത്. നിങ്ങൾ ടി വി വയ്ക്കുന്ന സ്ഥലത്ത് നിന്ന് കാഴ്ചക്കാരനിരിക്കുന്ന സ്ഥലത്തേക്കുള്ള അകലം അനുസരിച്ച് ശരിയായ വലിപ്പം തിരഞ്ഞെടുക്കാവുന്നതാണ്. മാർക്കറ്റിൽ ഇന്ന് പലതരത്തിലുള്ള ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ടി വികൾ ലഭ്യമാണ്. എൽ ജിക്ക് വെബ്ഒഎസ് എന്ന സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. സാംസങ്ങിന് ടൈസൺ എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റമുണ്ട്. ഇതുകൂടാതെ വിഡ ടി വി എന്ന ഓപ്പറേറ്റിംഗ് സിസ്റ്റവും ഇപ്പോൾ ലഭ്യമാണ്. ഈ 3 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളും വേഗത്തിൽ പ്രവർത്തിക്കുന്നവയാണ്. ടി വി ഓൺ ചെയ്യുമ്പോൾ തന്നെ യൂസർ ഇന്റർഫേസ് വേഗത്തിൽ ലഭിക്കും. ഇവയുടെ പ്രധാന പോരായ്മ ആപ്ലിക്കേഷനുകളുടെ എണ്ണം പരിമിതമായിരിക്കുമെന്നതാണ്. എങ്കിലും സാധാരണ ഉപയോഗിക്കുന്ന എല്ലാ OTT ആപ്ലിക്കേഷനുകളും ഇതിൽ ലഭിക്കും. സെറ്റപ്പ് ബോക്സ് ഉപയോഗിക്കാനോ ഗെയിം കളിക്കാനോ ആണ് നിങ്ങളുടെ പ്രധാന താല്പര്യമെങ്കിൽ ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളുള്ള ടിവികൾ തിരഞ്ഞെടുക്കാവുന്നതാണ്. ആൻഡ്രോയിഡ് ടി വി, ഗൂഗിൾ ടി വി എന്നിവയാണ് മറ്റ് 2 ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങൾ. ഇവ രണ്ടും ഗൂഗിളിന്റെ സ്വന്തമാണ്. ഈ ഓപ്പറേറ്റിംഗ് സിസ്റ്റങ്ങളിൽ ധാരാളം ആപ്ലിക്കേഷനുകൾ ലഭ്യമാണ്. കൂടുതൽ ആപ്പുകൾ ഉപയോഗിക്കാനും മികച്ച വീഡിയോ ക്വാളിറ്റിയിൽ ഗെയിം കളിക്കാനും സിനിമകൾ കാണാനും ആഗ്രഹിക്കുന്നവർക്ക് ഇവ മികച്ച ഓപ്ഷനുകളാണ്. ആൻഡ്രോയിഡ് ടിവിയേക്കാൾ മികച്ചത് ഗൂഗിൾ ടി വിയാണ്. കാരണം ഇത് ഗൂഗിളിന്റെ ഏറ്റവും പുതിയ ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ്. ഇത് ക്രോം OSൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് തന്നെ ഉപയോഗിക്കാൻ വളരെ എളുപ്പമാണ്. ഇതിന്റെ പ്രവർത്തനം വളരെ സ്മൂത്ത് ആൻഡ് ഫാസ്റ്റ് ആണ്. ഇനി ടിവിയിലെ പാനലുകളെ കുറിച്ച് നോക്കാം. LED, QLED, OLED, AMOLED എന്നിങ്ങനെ പലതരം പാനലുകളുണ്ട്. ഇവയിൽ LEDയും QLEDയുമാണ് ഏറ്റവും കൂടുതൽ ആളുകൾ തിരഞ്ഞെടുക്കുന്നത്. ഇവ രണ്ടും LED ലൈറ്റുകൾ ഉപയോഗിച്ചാണ് പ്രവർത്തിക്കുന്നത്. എന്നാൽ QLED പാനലിലെ LED ലൈറ്റുകൾ LED പാനലിനേക്കാൾ ചെറുതാണ്. അതുകൊണ്ട് തന്നെ QLED ടിവിയിൽ നിന്ന് കൂടുതൽ വ്യക്തവും മികച്ചതുമായ ദൃശ്യങ്ങൾ ലഭിക്കും. ഇനി നമുക്ക് മാർക്കറ്റിൽ ലഭ്യമായ മികച്ച 55 ഇഞ്ച് ടിവികൾ പരിചയപ്പെടാം. നമ്പർ 5, ഇഫാൽക്കൺ 55 ഇഞ്ച് LED TV. ഇഫാൽക്കൺ എന്നത് TCLന്റെ ഒരു അസോസിയേറ്റ് ബ്രാൻഡ് ആയതുകൊണ്ട് ഇതിന്റെ റിമോട്ട് TCLന്റേതിന് സമാനമാണ്. നല്ല സൗണ്ടും ഇതിൽ ലഭിക്കും. LED പാനൽ ഉള്ളതുകൊണ്ട് തന്നെ ടിവിക്ക് അട്രാക്റ്റീവ് അപ്പിയറൻസും ഉണ്ട്. 24 വോൾട്ടിന്റെ 2 സ്പീക്കറുകൾ ഇതിലുണ്ട്. ഡോൾബി ഓഡിയോ സപ്പോർട്ട് ലഭിക്കും. ഈ ടിവിയിൽ മികച്ച വീഡിയോ ക്വാളിറ്റി കിട്ടും. OTT പ്ലാറ്റ്ഫോമുകളിലെ ഹൈ ഡൈനാമിക് കണ്ടന്റുകൾ നല്ല രീതിയിൽ ആസ്വദിക്കാനും സാധിക്കും. ഒരു USB പോർട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ് ഇതിന്റെ ഒരു കുറവ്. ആവശ്യമായ എല്ലാ ഫീച്ചറുകളും ഇതിലുണ്ട്. TCLന്റെ ബ്രാൻഡ് ആയതുകൊണ്ട് തന്നെ മികച്ച സർവീസും പ്രതീക്ഷിക്കാം. കുറഞ്ഞ ബഡ്ജറ്റിൽ ഒരു 55 ഇഞ്ച് ടിവി വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് ഇത് തിരഞ്ഞെടുക്കാവുന്നതാണ്. ഈ ടിവിയുടെ വില 33,000-നും 34,000-നും ഇടയിൽ ഓഫറുകൾക്കനുസരിച്ച് മാറി വരും. നമ്പർ 4, TCL 55 ഇഞ്ച് QLED TV. ഈ ടിവിക്ക് വളരെ ആകർഷകമായ ഡിസൈനാണുള്ളത്. വളരെ നേർത്ത ബെസലുകൾ ഉള്ളതുകൊണ്ട് തന്നെ കാഴ്ചയ്ക്ക് ഒരു പ്രീമിയം ലുക്ക് കിട്ടും. QLED പാനലാണ് ഇതിൽ വരുന്നത്. സാധാരണ LED ടിവികളേക്കാൾ മികച്ച കളർ ക്വാളിറ്റിയും ബ്രൈറ്റ്നസും ഇതിൽ ലഭിക്കും. 4K അൾട്രാ HD റെസൊല്യൂഷൻ ആയതുകൊണ്ട് ദൃശ്യങ്ങൾ വളരെ വ്യക്തവും ഷാർപ്പുമായിരിക്കും. ഹൈ ഡൈനാമിക് റേഞ്ചിനായി HDR10+ സാങ്കേതിക വിദ്യയും ഇതിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇത് കളറുകളെ കൂടുതൽ മികവുറ്റതാക്കും. ഗൂഗിൾ ടിവിയാണ് ഇതിന്റെ ഓപ്പറേറ്റിംഗ് സിസ്റ്റം. ഈ ടിവിക്ക് മികച്ച ഓഡിയോ ക്വാളിറ്റി ഉണ്ട്. സിനിമകൾ കാണുമ്പോഴും ഗെയിം കളിക്കുമ്പോഴും മികച്ച സൗണ്ട് ലഭിക്കും. ഇതിന്റെ റിമോട്ടിൽ പല ആപ്പുകൾക്കുള്ള ഹോട്ട് കീകളും വോയിസ് കമാൻഡ് ഫീച്ചറുകളുമുണ്ട്. ഇതൊരു ബ്ലൂടൂത്ത് റിമോട്ടാണ്. സാധാരണ ടിവികളിൽ 16 GB ഇന്റേണൽ സ്റ്റോറേജ് മാത്രമാണ് ലഭിക്കുന്നത്. എന്നാൽ ഈ മോഡലിൽ കൂടുതൽ സ്റ്റോറേജ് ലഭ്യമാണ്. ഈ ടിവിയിൽ ആവശ്യമായ എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനുകളും ലഭ്യമാണ്. എന്നാൽ ഒരു പോരായ്മയായി പറയാനുള്ളത് ഒറ്റ USB പോർട്ട് മാത്രമേ ഉള്ളൂ എന്നതാണ്. നിലവിൽ ഈ ടിവിയുടെ വില ഏകദേശം 41,000 രൂപയാണ്. എന്നാൽ ഓഫറുകൾക്കും മറ്റ് കഴിവുകൾക്കും അനുസരിച്ച് ഇതിന്റെ വിലയിൽ മാറ്റങ്ങൾ വരാം. നമ്പർ 3, LG 55 ഇഞ്ച് LED പാനൽ TV. ഇതിൽ 4K അൾട്രാ HD റെസൊല്യൂഷനോട് കൂടിയ LED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഹൈ ഡൈനാമിക് റേഞ്ച് സപ്പോർട്ടും ഇതിനുണ്ട്. ഇത് നിങ്ങളുടെ കണ്ണുകൾക്ക് ആയാസം കൂടാതെ നല്ല ദൃശ്യങ്ങൾ നൽകും. സെറ്റപ്പ് ബോക്സിലെ SD ചാനലുകളോ HD ചാനലുകളോ കാണുമ്പോഴും മികച്ച വീഡിയോ ക്വാളിറ്റി ലഭിക്കും. LGയുടെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ വെബ്ഒഎസ് ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് വളരെ വേഗത്തിലും സുഗമമായും പ്രവർത്തിക്കും. യൂസർ ഇന്റർഫേസ് വളരെ ലളിതമാണ്. അതിനാൽ ആർക്കും എളുപ്പത്തിൽ ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലെ പ്രോസസർ വളരെ വേഗത്തിൽ പ്രതികരിക്കുന്നത് കൊണ്ട് തന്നെ ടിവിയുടെ മൊത്തത്തിലുള്ള പ്രകടനം മികച്ചതായിരിക്കും. കുറഞ്ഞ റാമും റോമും ആണുള്ളതെങ്കിലും ഓപ്പറേറ്റിംഗ് സിസ്റ്റത്തിന്റെ വേഗത കാരണം ഇതൊരു പോരായ്മയായി തോന്നാറില്ല. ഈ ടിവിയിൽ നിന്ന് വ്യക്തവും നിലവാരമുള്ളതുമായ ശബ്ദം ലഭിക്കും. ടിവിക്കൊപ്പം ലഭിക്കുന്ന റിമോട്ട് IR റിമോട്ടാണ്. ഈ വിലയിൽ മറ്റ് ബ്രാൻഡുകൾ ബ്ലൂടൂത്ത് റിമോട്ടുകൾ നൽകാറുണ്ട്. ഇതിൽ ഹോട്ട് കീകളോ വോയിസ് അസിസ്റ്റന്റ് സപ്പോർട്ടോ ലഭ്യമല്ല. എന്നാൽ ഈ പ്രശ്നം പരിഹരിക്കാൻ ഈ ടിവിയിൽ മാജിക് റിമോട്ടും സപ്പോർട്ട് ചെയ്യും. മാജിക് റിമോട്ട് പ്രത്യേകം വാങ്ങിയാൽ വോയിസ് കമാൻഡുകൾ ഉൾപ്പെടെ എല്ലാ ഫീച്ചറുകളും ഉപയോഗിക്കാൻ സാധിക്കും. ഇതിലാവശ്യമായ എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനുകളും ലഭ്യമാണ്. ഗുഡ് വീഡിയോ ക്വാളിറ്റി, ഫാസ്റ്റ് പ്രോസസർ, സ്മൂത്ത് വെബ്ഒഎസ് ഓപ്പറേറ്റിംഗ് സിസ്റ്റം എന്നിവ ഇതിന്റെ വളരെ പ്രധാനപ്പെട്ട ഗുണങ്ങളാണ്. കൂടാതെ LGയുടെ മികച്ച വിൽപ്പനാനന്തര സേവനവും ഇതിന് ലഭിക്കും. ഈ ടിവിയുടെ വില നിലവിൽ ഏകദേശം 45,000 രൂപയാണ്.
നമ്പർ 2, സാംസങ് 55 ഇഞ്ച് LED പാനൽ TV. ഈ ടിവിക്ക് വെയിറ്റ് വളരെ കുറവാണ്. ഇത് വളരെ സിം ആയതുകൊണ്ട് നിങ്ങളുടെ വീടിന് ഒരു പ്രീമിയം ലുക്ക് കിട്ടും. ഇതിൽ അൾട്രാ HD LED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. കൂടാതെ ഇതിൽ HDR10+ സപ്പോർട്ട് ഉണ്ട്. സാംസങ്ങിന്റെ സ്വന്തം ഓപ്പറേറ്റിംഗ് സിസ്റ്റമായ ടൈസൺ ആണ് ഇതിൽ ഉപയോഗിച്ചിരിക്കുന്നത്. ഇത് ഉപയോഗിക്കാൻ വളരെ ഈസിയാണ്. ഇതിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇത് വളരെ വേഗത്തിൽ പ്രവർത്തിക്കും എന്നതാണ്. ഈ ടിവിക്ക് കുറഞ്ഞ റാമും റോമുമാണ് ഉള്ളതെങ്കിലും ഇതിന്റെ ടൈസൺ ഓപ്പറേറ്റിംഗ് സിസ്റ്റം വളരെ വേഗത്തിൽ പ്രവർത്തിക്കുന്നത് കൊണ്ട് നിങ്ങളുടെ കാഴ്ചാനുഭവത്തെ ഒരു തരത്തിലും അത് ബാധിക്കില്ല. ടിവി വളരെ വേഗത്തിൽ ഓണാവുകയും ആപ്ലിക്കേഷനുകൾ പെട്ടെന്ന് ലോഡാവുകയും ചെയ്യും. ഈ ടിവിയിൽ നിന്ന് മികച്ച ഓഡിയോ ക്വാളിറ്റി കിട്ടും. സിനിമകളും പാട്ടുകളും കേൾക്കുമ്പോൾ നല്ല ശബ്ദാനുഭവം ലഭിക്കും. ഇതിന് നല്ല സ്റ്റൈലിഷ് ആയിട്ടുള്ള ഒരു റിമോട്ട് കൺട്രോൾ ആണ് ഉള്ളത്. ഇതിൽ പ്രധാന ആപ്പുകൾക്ക് വേണ്ടിയുള്ള ഹോട്ട് കീകളും വോയിസ് കമാൻഡ് ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഇതൊരു ബ്ലൂടൂത്ത് റിമോട്ട് ആണ്. ഈ ടിവിക്ക് ആവശ്യമായ എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനുകളും ലഭ്യമാണ്. എന്നാൽ ഒരു പോരായ്മയായി പറയാനുള്ളത് ഒരു USB പോർട്ട് മാത്രമേ ഇതിനുള്ളൂ എന്നതാണ്. ഈ മോഡലിന് നിലവിൽ ഏകദേശം 50,000-ഓളം രൂപയാണ് വില വരുന്നത്. നമ്പർ 1, സോണി 55 ഇഞ്ച് ഗൂഗിൾ TV. ഇതിൽ 4K അൾട്രാ HD റെസൊല്യൂഷനോടുകൂടിയ LED പാനലാണ് ഉപയോഗിച്ചിരിക്കുന്നത്. സോണിയുടെ സ്വന്തം XN പ്രോസസർ ദൃശ്യങ്ങൾ മെച്ചപ്പെടുത്തുന്നതിനാൽ കളർ കോമ്പിനേഷനുകളും ദൃശ്യങ്ങളും വളരെ മികച്ചതായിരിക്കും. കറുപ്പ് നിറം യഥാർത്ഥ കറുപ്പ് നിറമായും വെളുപ്പ് യഥാർത്ഥ വെളുപ്പായും ഇതിൽ കാണാൻ സാധിക്കും. HDR സാങ്കേതികവിദ്യയുടെ പിന്തുണയുള്ളതുകൊണ്ട് എല്ലാ ദൃശ്യങ്ങളും വളരെ വ്യക്തവും തിളക്കമുള്ളതുമായിരിക്കും. ഈ ടിവിയിൽ ഗൂഗിൾ TV ഓപ്പറേറ്റിംഗ് സിസ്റ്റമാണ് ഉപയോഗിച്ചിരിക്കുന്നത്. മറ്റ് ബ്രാൻഡുകളുടെ ഗൂഗിൾ TV അപേക്ഷിച്ച് സോണിയുടെ ഗൂഗിൾ TV വളരെ വേഗത്തിലും സുഗമമായും പ്രവർത്തിക്കും. ഇതുപയോഗിക്കാൻ വളരെ ഈസിയാണ്. സോണിയുടെ സ്വന്തം പ്രോസസർ ചിപ്പ് ഇതിൽ ഉപയോഗിച്ചിട്ടുള്ളതുകൊണ്ട് ടിവിയുടെ പ്രകടനം വളരെ മികച്ചതാണ്. ഗെയിം കളിക്കുമ്പോഴോ അല്ലെങ്കിൽ ഹൈ ഡൈനാമിക് കണ്ടന്റുകൾ കാണുമ്പോഴോ യാതൊരു തടസ്സവുമില്ലാതെ മികച്ച പ്രകടനം കിട്ടും. ഈ ടിവിക്ക് 20 വോൾട്ട് സ്പീക്കറാണുള്ളതെങ്കിലും മറ്റ് ബ്രാൻഡുകളെ അപേക്ഷിച്ച് സോണിയുടെ സ്പീക്കറുകൾ വളരെ വ്യക്തവും ഉച്ചത്തിലുള്ളതുമായ ശബ്ദം നൽകും. റിമോട്ടറിൽ ഹോട്ട് കീകളും വോയിസ് കമാൻഡ് ഫീച്ചറുകളും ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗൂഗിൾ അസിസ്റ്റന്റിന്റെ പിന്തുണയുള്ളതുകൊണ്ട് വോയിസ് ഉപയോഗിച്ച് ടിവി നിയന്ത്രിക്കാൻ സാധിക്കും. ഈ ടിവിയിൽ ആവശ്യമായ എല്ലാ കണക്ടിവിറ്റി ഓപ്ഷനുകളും ലഭ്യമാണ്. മറ്റ് ബ്രാൻഡുകളുമായി താരതമ്യം ചെയ്യുമ്പോൾ ഇതിന് വില കുറച്ച് കൂടുതലാണ്. കൂടാതെ ഈ ടിവിയുടെ ബെസൽ വളരെ ചെറുതാണ്. ഇവയാണ് ഇതിന്റെ ഒരു പോരായ്മ. എന്നാൽ മികച്ച ദൃശ്യാനുഭവവും പ്രീമിയം ക്വാളിറ്റിയും ആഗ്രഹിക്കുന്നവർക്ക് ഈ ടിവി ഒരു മികച്ച തിരഞ്ഞെടുപ്പാണ്. ഈ മോഡലിന് നിലവിൽ ഏകദേശം 55,000-ഓളം രൂപ വില വരും. ഓഫറുകൾക്കനുസരിച്ച് വില മാറി വരും. ഈ വിവരങ്ങൾ നിങ്ങൾക്കൊരു മികച്ച ടിവി തിരഞ്ഞെടുക്കാൻ സഹായകമാകുമെന്ന് കരുതുന്നു. ഈ ടിവിയുടെ ലിങ്കുകൾ ഡിസ്ക്രിപ്ഷനിൽ നൽകിയിട്ടുണ്ട്. വാങ്ങാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് ചെക്ക് ചെയ്യാവുന്നതാണ്. ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, കമന്റ് ചെയ്യുക. ഇതുപോലെയുള്ള കൂടുതൽ റിവ്യൂസിന് വേണ്ടി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.